നമ്മൾ എത്ര പേരെയാണല്ലേ ഡ്രാക്കുളമാരാക്കിയിരിക്കുന്നത്. വ്ലാഡ് മൂന്നാമനാണ് ഡ്രാക്കുളയായി എന്നുള്ളതാണ് ഒരു ചരിത്രം. അദ്ദേഹം കുരിശുയുദ്ധത്തിന് പോയതാണ്. അവിടെ വെച്ച് മരണപ്പെട്ടു എന്ന് നാട്ടിൽ കിംവദന്തി പടർന്നു. ഭർത്താവ് മരിച്ച സങ്കടത്തിൽ ഭാര്യ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ഇതറിയാതെ അദ്ദേഹം നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെ സംസാരമൊക്കെ അദ്ദേഹം കുരിശുയുദ്ധത്തിന് പോയി മരണപ്പെട്ടത് കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലും ആത്മഹത്യ ചെയ്ത ഭാര്യ നരകത്തിലും എന്നാണ്. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ അയാൾ തീരുമാനമെടുത്തു, മരിച്ചാൽ പോലും ഒന്നിപ്പിക്കാത്ത മതം എനിക്ക് വേണ്ടെന്നും ഈ നാട്ടുകാരെ എൻ്റെ മരണശേഷവും ഞാൻ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഡ്രാക്കുളയായി എന്നുള്ളതാണ് ആ കഥ. നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ വാക്കുകൊണ്ട് എത്ര പേർ ഡ്രാക്കുളമാർ ആകേണ്ടതിരുന്നു. അവർ തിരിച്ചു വന്ന് രക്തരക്ഷസായി ഉപദ്രവിച്ചില്ലെങ്കിൽ പോലും വിചാരണ നാളിൽ അവർ തീർച്ചയായും നമ്മുടെ മുന്നിലെത്തും. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുമ്പോഴും ആ സൂക്ഷ്മത നമുക്ക് ഇനിയും തുടരേണ്ടതുണ്ട്.